ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫ്ലെക്സ് എന്ന് പറഞ്ഞ ടൂളിനെ പറ്റിയാണ്. ഞാൻ ആദ്യമായിട്ട് SolidWorks ഓപ്പൺ ആക്കി പോവുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഒരു 5 മോഡൽസ് ഉണ്ടാക്കാൻ പോവുകയാണ്. 5 സെയിം ആയിട്ടുള്ള മോഡൽസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ റെക്റ്റാങ്കിൾ എടുത്തു. ഓക്കെ, ഞാൻ റെക്റ്റാങ്കിൾ വരച്ചു. അതിനുശേഷം ഞാൻ അതിൻ്റെ ഡയമെൻഷൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഒരു 15 കൊടുക്കാം. ഓക്കെ, 15 കൊടുത്തു. ദെൻ അത് അടുത്തത് ഒരു 2.5 കൊടുത്തു. ഓക്കെ, 2.5 കൊടുത്തു. ദെൻ അതിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു 1 സെൻറ്റിമീറ്ററിൽ ഞാൻ പ്രൊജക്റ്റ് ചെയ്തു. 1 സെൻറ്റിമീറ്റർ പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഓക്കെ ഇത് 15 2.5 1 സെൻറ്റിമീറ്ററുള്ള ഒരു ഒബ്ജക്റ്റായി. ഇതിനെക്കുള്ള 4 ഒബ്ജക്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും സ്കെച്ച് എടുത്ത ശേഷം ഞാൻ വീണ്ടും ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, റെക്റ്റാങ്കിൾ എടുത്തു. അപ്പോൾ ഞാൻ ഇത് ഇൻഡിവിജ്വലായിട്ട് സ്കെച്ച് വരയ്ക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള 4 കാര്യങ്ങൾ പഠിക്കാനാണ്. ഒന്നെന്ന് പറയുന്നത് ബെൻഡിങ്, പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിസ്റ്റിങ്, അതിൻ്റെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേപ്പറിങ്, അടുത്തത് സ്ട്രെച്ചിങ്. ഇത് 4 പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ 4 സ്കെച്ചുകൾ മതിയാവും. ഞാനിപ്പോൾ 5 സ്കെച്ച് വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം കുറച്ച് എക്സ്ട്രാ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതും കൂടെ പഠിച്ചു തരാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഒരു കണക്കുള്ള സ്കെച്ചുകളാണ് ഞാൻ ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ 2.5 ആണ്. 2.5 15 എന്നിട്ട് വീണ്ടും 1 സെൻറ്റിമീറ്റർ വീണ്ടും വീണ്ടും അടുത്ത വീണ്ടും ഒരു സ്കെച്ച് എടുത്ത് വീണ്ടും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ വീണ്ടും റിപ്പീറ്റ് വരച്ച് ദെൻ 2.5 ദെൻ 15. ഓക്കെ, അടുത്ത വീണ്ടും 2 കൂടെ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, 2 കൂടെ വരയ്ക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇതെല്ലാം വരച്ച് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ആദ്യമേ തന്നെ കയറി സ്കെച്ച് മോഡൽ വരച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇതുണ്ടാവും, കാണാം ഇതൊക്കെ എങ്ങനെ വരച്ചെന്നൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതുണ്ടാവാതിരിക്കാനാണ് ഞാനിപ്പോൾ എല്ലാം വരച്ച് കാണിക്കുന്നത്. ഓക്കെ, വരച്ച് കാണിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ 4 അടുത്തത് വീണ്ടും ഞാനിപ്പോൾ സ്കെച്ച് എടുത്ത് വരച്ച്. ഓക്കെ, 2.5 ദെൻ 15. അപ്പോൾ ഞാൻ 5 ഒബ്ജക്റ്റുകൾ സെയിം ആയിട്ടുള്ള 5 വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഓരോന്നിലും ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തിൽ ഞാൻ ഫ്ലക്സ് എടുക്കുകയാണ്. ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇൻസേർട്ടിൻ്റെ അകത്ത് ഫീച്ചേഴ്സിൻ്റെ അകത്ത് നമുക്ക് ഫ്ലക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഫ്ലക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫ്ലക്സിനെ ഡയറക്റ്റായിട്ട് കമാൻഡ് മാനേജറിൽ കൊടുക്കാം. അപ്പോൾ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ ഞാൻ ബെൻഡിങ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് പ്രോപ്പർട്ടി മാനേജർ വരും. പ്രോപ്പർട്ടി മാനേജറിൽ ഫ്ലക്സ് ഇൻപുട്ട് എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഞാൻ പറയുന്ന എന്താണ് ഇപ്പോൾ കൊടുത്ത ഈ ബെൻഡിങ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളെല്ലാം വരും. ഞാനിപ്പോൾ ട്വിസ്റ്റിംഗ് ആണ് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ട്വിസ്റ്റിംഗ് വരും, ടേപ്പറിങ് ആണെങ്കിൽ ടേപ്പറിങ്, സ്ട്രെച്ചിങ് ആണെങ്കിൽ സ്ട്രെച്ചിങ്. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ ബെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ബെൻഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിൻ്റെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അതിൻ്റെ ആ ഒബ്ജക്റ്റ് കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒബ്ജക്റ്റ് സെലക്ട് ആവും. ഞാനിപ്പോൾ ഒറ്റ സ്കെച്ചിൽ എല്ലാം കൂടെ വരച്ച് കഴിഞ്ഞാൽ 5 ഒരുമിച്ച് സെലക്ട് ആവും. അതുകൊണ്ടാണ് ഞാൻ 5 ഇൻഡിവിജ്വലായിട്ട് വരച്ചത്. ഓക്കെ, ബെൻഡ് കൊടുത്തു. ഈ ബെൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് അതിൻ്റെ റേഡിയസും അതിൻ്റെ ആംഗിളും ഒക്കെ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണും. പിന്നെ എന്ന് വെച്ചാൽ ട്രിം പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ് ട്രിം പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇതതിൻ്റെ ആക്സിസ് ആണ്. ഓക്കെ, ഇതെൻ്റെ ട്രയൽസ് ആണ്. അപ്പോൾ ഇതാണ് ട്രിം പ്ലെയിൻ 2, ഇതാണ് ട്രിം പ്ലെയിൻ 1. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഞാനിതിൽ ആംഗിൾ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാനൊരു ആംഗിൾ കൊടുക്കുമ്പോഴത്തേക്ക് കണ്ടോ, അത് ആ ഒരു ബേസിനെ വെച്ചുകൊണ്ട് ആ 2 പ്ലെയിനും 37 ഡിഗ്രി ആംഗിളിൽ ബെൻഡായി. എനിക്കാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ
മൈനസ് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബെൻഡായി. ഓക്കെ, ഇതാണ്. ഞാൻ വീണ്ടും നോർമലോട്ട് വരികയാണ്. ഓക്കെ, 0 വന്നതിന് ശേഷം ഞാനിപ്പോൾ ഈ ട്രിം പ്ലെയിൻ 1 എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ, അതായത് ഈ പോയിന്റിൽ 0 ആണെന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇതിനെ ഞാൻ ആ ഒബ്ജക്റ്റിലോട്ട് നീക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ആ ഒബ്ജക്റ്റിലോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ട്രിം പ്ലെയിൻ 2 ആയതാണ്. ഒബ്ജക്റ്റിലോട്ട് നീക്കിക്കഴിഞ്ഞാൽ ആ വാല്യൂ പോസിറ്റീവ് ആവും. ഇനി ഒബ്ജക്റ്റിൽ നിന്ന് നീക്കിക്കഴിഞ്ഞാൽ ആ വാല്യൂ നെഗറ്റീവ് ആവും. ഓക്കെ, ഞാനിത് വീണ്ടും 0 എടുത്ത് വെച്ച് ഇവിടെയും സെയിമാണ്. ആ ഒബ്ജക്റ്റിലോട്ട് നീക്കിക്കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആവും. ഒബ്ജക്റ്റിൽ നിന്ന് നീക്കിക്കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ആവും. കണ്ടോ, നെഗറ്റീവ് വാല്യൂസ് വന്നു. ഓക്കെ, ഞാനത് 0 എടുത്ത് വെച്ചു. ഞാനിപ്പോൾ ഈ ട്രിം പ്ലെയിൻ 2 അതായത് ഇവിടെ ഈ പ്ലെയിൻ്റെ ഞാനിപ്പോൾ ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 എടുത്തു. അപ്പോൾ ഈ ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 2 സെൻറ്റിമീറ്റർ അകത്തോട്ട് വന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ വീണ്ടും ബെൻഡിങ് എന്ന് പറഞ്ഞതിൻ്റെ ആംഗിൾ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ആംഗിൾ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ആംഗിൾ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് 2 സെൻറ്റിമീറ്റർ അകത്തോട്ട് മാറിയിട്ട് ബാക്കി പോർഷൻസ് മാത്രം ബെൻഡാവും. ഓക്കെ, ബാക്കി പോർഷൻസ് മാത്രം ബെൻഡാവും. കണ്ടോ, ഇവിടെ ഇത്ര സെൻറ്റിമീറ്ററിന് ഒരു വ്യത്യാസമില്ല, ബാക്കിയുള്ള പോർഷൻസ് മാത്രം ബെൻഡായി. ഞാൻ വീണ്ടും എഡിറ്റ് സ്കെച്ച് എടുത്തു. ഇപ്പോൾ ഞാൻ ഈ ട്രിം പ്ലെയിൻ 2ലും ഒരു 3 സെൻറ്റിമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ കൊടുത്തിട്ട് ബെൻഡ് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ മാറിയിട്ട് ബാക്കി പോർഷൻ മാത്രം ബെൻഡായി. ഇതാണ് ബെൻഡ് എന്ന് പറയുന്ന ടൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ വീണ്ടും അടുത്ത ഫ്ലെക്സിൽ നമുക്ക് അടുത്ത ടൂൾ നോക്കാം. ഓക്കെ, നമുക്ക് ഫ്ലെക്സ് എടുത്തു. ഇനി ഇതിന് ഞാൻ ട്വിസ്റ്റ് എന്ന് പറയുന്ന ടൂളാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് ട്രിം പ്ലെയിൻ 1ഉം ട്രിം പ്ലെയിൻ 2ഉം ഇതിലുമുണ്ട്. ഇത് ട്രിം പ്ലെയിൻ 1, ഇത് ട്രിം പ്ലെയിൻ 2, ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രയാഡ്സ്. ഓക്കെ, ഈ സ്ട്രെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് സ്ട്രെച്ചിൽ ഞാനിപ്പോൾ ആംഗിൾ കൊടുക്കുകയാണ്. ആംഗിൾ കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഇതൊരു 99 ഡിഗ്രി ആംഗിളിൽ ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ, അത് ആ ഒരു പ്ലെയിൻ്റെ ഈ ഒരു ട്രയാഡ്സിൽ അത് ട്വിസ്റ്റായി കഴിഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ ഈ ട്വിസ്റ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു വാല്യൂ, ഈ പ്ലെയിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു 2 എടുക്കുകയാണ്. 2 എടുക്കുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, 2 എടുക്കുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാനിത് 0 എടുത്ത് വെച്ചു, ഇത് 2 എടുത്തു. അപ്പോൾ ഇവിടുന്ന് 2 സെൻറ്റിമീറ്റർ അകത്തോട്ട് കയറി. അല്ലെങ്കിൽ ഞാനത് ഒരു 3 കൊടുത്തു. 3 കൊടുക്കുമ്പോൾ 3 സെൻറ്റിമീറ്റർ അകത്തോട്ട് കയറിയിട്ട് ഇനി ഞാനൊരു ആംഗിൾ 180 എന്ന് കൊടുക്കുകയാണ്. 180 കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നുണ്ടോ, ഈ ഒരു പോർഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല. ബാക്കിയുള്ള പോർഷൻസ് മാത്രം നമുക്ക് ഫ്ലെക്സിങ് നടന്നു. ഓക്കെ, ഫ്ലെക്സിങ് എന്ന് പറയുമ്പോൾ ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിങ്ങിലാണ് ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് നടത്തും. അതിനകത്ത് നമുക്ക് 2 സൈഡിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാനൊരു 2 കൊടുത്തു. 2 കൊടുക്കുമ്പോഴത്തേക്ക് കണ്ടോ, നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിൽ ഈ ഒരു ഏരിയയിൽ മാത്രം ഒഴിച്ച് ബാക്കിയുള്ള ഏരിയയിലെല്ലാം ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പോർഷൻ പറ്റും. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിലെ അടുത്തൊരു പ്രോപ്പർട്ടി പഠിക്കാൻ വേണം. അപ്പോൾ ഞാൻ വീണ്ടും ഫ്ലെക്സ് എടുത്തു. അല്ല, ഇൻസേർട്ടിൽ നിന്ന് ഞാൻ ഫ്ലെക്സ് എടുക്കുകയാണ്. ഇൻസേർട്ടിൽ നിന്ന് ഞാനിപ്പോൾ ഫ്ലെക്സ് എടുത്തു. ഓക്കെ, ഫ്ലെക്സ് എടുത്തിട്ട് ഞാനിപ്പോൾ ടേപ്പറിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ടേപ്പറിംഗ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ടേപ്പറിൻ്റെ വാല്യൂ ഒരു 1.5 കൊടുക്കുകയാണ്. 1.5 കൊടുക്കുമ്പോൾ സംഭവിക്കുന്നുണ്ടോ, ട്രിം പ്ലെയിൻ 1ൻ്റെ അവിടുത്തെ ആ ഒരു ഏരിയ കുറഞ്ഞു, ഇവിടുത്തെ ഏരിയ കൂടി. അതൊരു 1.5ൽ ഒരു ടേപ്പർ ഉണ്ടായി. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റ് വളരെ ചെറുതായതുകൊണ്ടാണ് ഇത് വളരെ നമുക്ക് വിസിബിളായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻക്രിമെൻറ്റ് ഉണ്ടായത്. ഞാനിപ്പോൾ ഒരു പോയിൻറ്റ് 0.5 കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ടാണ്. 0.05 കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ മൈന്യൂട്ടാണ്. 0.5 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ചെറിയൊരു ടേപ്പർ ഉണ്ടായി. ഇതാണ് ടേപ്പർ. ഇവിടെയും നമുക്ക് ലെങ്ത് വ്യത്യാസപ്പെടുത്താം. ഓക്കെ, ഞാനിപ്പോൾ ഒരു 2 എടുത്തു. 2 എടുക്കുമ്പോൾ ഇവിടുന്ന് 2 സെൻറ്റിമീറ്റർ മാറിയിട്ടുള്ള ബാക്ക് പോർഷൻ മാത്രം ടേപ്പറായി. ഇവിടെ ഒരു 1 കൊടുത്തു. ഓക്കെ, 1 കൊടുത്തു. ഇനി നമുക്ക് ടേപ്പർ എടുത്ത് നോക്കാം. ഓക്കെ, കണ്ടോ, ഇവിടുന്ന് ഒരു 1 സെൻറ്റിമീറ്റർ മാറിയിട്ട് ടേപ്പറായിരുന്നു. ഇവിടുന്ന് 2 സെൻറ്റിമീറ്റർ മാറിയിട്ട് ഉള്ള പോർഷൻ മാത്രം ടേപ്പറായി. ഇനി ഞാൻ ഇതിൽ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഫ്ലെക്സ് എടുത്തിട്ട് സ്ട്രെച്ചിങ് എന്ന് പറയുന്നൊരു ടൂളാണ്. ഓക്കെ, സ്ട്രെച്ചിങ് എന്ന് പറയുന്ന ടൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എത്ര ലെങ്ത് വേണമെങ്കിലും സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 5 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് 2.5 മാറി ഇവിടുന്ന് 2.5 സ്ട്രെച്ച് ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ട്രിം പ്ലെയിൻ 1ൽ ഞാനിപ്പോൾ ഒരു 2 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നിന്ന് അകത്തോട്ട് 2 മാറിയിട്ട് ബാക്കിയുള്ള പോർഷൻസ് 5 ഇവിടെ 5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെച്ചായി. അതായത് നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക്
ഇത് സ്ട്രെച്ച് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് ആ പ്ലെയിന് 2.5 അകത്തോട്ട് മാറിയിട്ടുണ്ട് സ്ട്രെച്ച് ചെയ്ത്. ബാക്കിയുള്ള പോർഷൻ, അതായത് നമ്മൾ കൊടുത്ത ഇപ്പോൾ ടോട്ടൽ 15 ഉണ്ട്. 15 ഒരു 2 സെൻറ്റിമീറ്റർ, അതായത് 13 സെൻറ്റിമീറ്റർ മാത്രമേ സ്ട്രെച്ചിങ് നടന്നുള്ളൂ. ബാക്കിയുള്ള ഇത്ര ഏരിയയിൽ സ്ട്രെച്ചിങ് നടന്നിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു 3 കൊടുക്കുകയാണ്. 3 കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെയും അതേ കണക്ക് തന്നെ സ്ട്രെച്ചിങ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്ര ഏരിയകളിൽ സ്ട്രെച്ചിങ് നടന്നിട്ടില്ല, അതിൻ്റെ അകത്തുള്ള ഏരിയകളിൽ മാത്രമേ സ്ട്രെച്ചിങ് നടന്നിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് സ്ട്രെച്ചിങ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ വീണ്ടും ഫ്ലക്സ് അടിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ട്രയാഡ്സിൽ കുറച്ച് പരതുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതെടുത്ത് ബെൻഡ് കൊടുക്കുകയാണ്. ബെൻഡ് കൊടുത്തിട്ട് എനിക്കിപ്പോൾ ഇവിടുത്തെ ഈ ട്രയാഡ്സ് ഉണ്ട്. ഈ ട്രയാഡ്സിനെ എനിക്ക് ഇവിടുന്ന് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, കണ്ടോ? ഇതിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിച്ച് വേറെ വന്നിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ആ വാല്യൂസ് വ്യത്യാസപ്പെടുത്തി കൊടുത്താൽ, ഇപ്പോൾ ഇതിനെ ഞാനൊരു 20 ഡിഗ്രി കൊടുത്തു. എന്നിട്ട് ഈ ട്രയാഡ്സിന് ഞാൻ ഇത് മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ആ ഒബ്ജക്റ്റിൽ അതിൻ്റെ ബെൻഡിങ്ങിൽ വ്യത്യാസമുണ്ടാകും. അതുപോലെ തന്നെ ട്വിസ്റ്റിങ്ങിന് നമുക്ക് ഈ ട്വിസ്റ്റിങ്ങിൻ്റെ ഒരു ഇത് ദൂരോട്ട് കൊണ്ടുവച്ചിട്ട് ഞാനിപ്പോൾ ഒരു ആംഗിൾ കൊടുക്കുകയാണ്. ഓക്കെ, ആംഗിൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു 180 ഉണ്ടാകുന്ന ട്വിസ്റ്റിംഗ് ആയിരിക്കത്തില്ല, അതിൻ്റെ ഒബ്ജക്റ്റ് 180 ഉണ്ടാകുന്ന ട്വിസ്റ്റിംഗ് ആയിരിക്കത്തില്ല ഇതിലുണ്ടാകുന്നത്. കണ്ടോ? അതിൻ്റെ സെൻറ്റർ കോർഡിനേറ്റ് മാറുമ്പോഴത്തേക്കും അതിൻ്റെ ട്വിസ്റ്റിങ്ങിന് വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, ഇനി ഞാനിത് വീണ്ടും 0 കൊണ്ടുവച്ച്, ഓക്കെ, ഞാൻ വീണ്ടും പഴയ പൊസിഷനിലോട്ട് കൊണ്ടുവച്ചു. ഓക്കെ, ഇനി എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ ഹാഫ്, ഞാൻ പറയുന്ന ആ ഒബ്ജക്റ്റിൻ്റെ ബാക്കി പോർഷൻ മാത്രം ബെൻഡിങ് നടന്നാൽ മതി. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഏരിയ മാത്രം ബെൻഡിങ് നടന്നാൽ മതി. ഞാനിപ്പോൾ ഇതിനെ കൊണ്ടുവന്നിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ബെൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു പോർഷൻ മാത്രം ബെൻഡിങ് നടക്കും. കണ്ടോ? അപ്പോൾ നമുക്ക് അങ്ങനെയും ഇതിനും ബെനിഫിറ്റ്സ് ഉണ്ട്. കേട്ടോ? ഇപ്പോൾ ആ ഒരു പോർഷൻ മാത്രം ബെൻഡിങ് നടന്നു. ഞാനിപ്പോൾ ടിക്ക് കൊടുത്തു. എന്നിട്ട് എനിക്ക് ഈ ഏരിയയിൽ മാത്രം ഈ ഒരു പോർഷൻസ് മാത്രം, അതായത് ഞാനിപ്പോൾ ഈ ഒബ്ജക്റ്റ് വേണ്ടി സെലക്ട് ചെയ്തു, ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്തു, എനിക്ക് ഇവിടെ ഇത്ര ഏരിയയിൽ മാത്രം ട്വിസ്റ്റിങ് നടന്നാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ 2. അപ്പോൾ ഈ ട്രിപ്പിൾ 2 എന്ന് പറയുന്നത് ഞാനൊരു 5 സെൻറ്റിമീറ്റർ അകത്തോട്ട് കൊണ്ടുവന്നു. 5 സെൻറ്റിമീറ്റർ അകത്തോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ട്വിസ്റ്റിങ് കൊടുക്കുകയാണ്. ട്വിസ്റ്റിങ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ട്വിസ്റ്റിങ് എടുക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു 90 ഡിഗ്രി ട്വിസ്റ്റിങ് കൊടുത്ത്, അല്ലെങ്കിൽ ഒരു 180 ഡിഗ്രി ട്വിസ്റ്റിങ് കൊടുക്കും. കണ്ടോ? നമ്മുടെ ആ ഒരു പോർഷനിൽ ബെൻഡിങ്ങും ഈ ഒരു പോർഷനിൽ ട്വിസ്റ്റിങ്ങും മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സുകൾ ഈ ടൂൾ ഉപയോഗിച്ച് ഉണ്ട്. അപ്പോൾ അത് കാണിക്കാനാണ് ഞാൻ ഈ 5 ടൂൾസുകൾ 5 പോർഷൻസും 5 പാർട്ടുകളും വരച്ചത്. നമുക്ക് ആ ട്രയാഡ്സിനെ ചേഞ്ച് ചെയ്യിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇത് 0 കൊണ്ട് വെച്ചു. ഓക്കെ, 0 കൊണ്ട് വെച്ചു. ഓക്കെ, സോറി, നിങ്ങൾക്ക് കളഞ്ഞ മതിയാവും. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഫ്ലെക്സിലോട്ട് വന്നു. ഈ ഫ്ലെക്സിൻ്റെ ഈ മെഷിൻ്റെ വാല്യൂസ് കൂടുന്നതിനനുസരിച്ച് ആക്യുറൻസി നമുക്ക് ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അത് ചെയ്യും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സിസ്റ്റം ഒരുപാട് സ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മിനിമം പിടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ ട്വിസ്റ്റ് എടുത്തിട്ട് നമുക്ക് കണ്ടോ, ഈ ഒരു ഇത് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സും വൈയും ആക്സിസ്, ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വൈ ആക്സിസാണ്. അപ്പോൾ ഞാൻ ഈ സാധനം പിടിച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ആക്സിസ് നമുക്ക് മാറ്റാൻ പറ്റും. കണ്ടോ? വൈ ആക്സിസ് മാറും. അതായത് ആ ട്രയാഡ്സ് എന്ന് പറയുന്ന സംഭവം, ഈ ട്രയാഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഈ ആംഗിളാണ് ഇരുന്നത്. പക്ഷെ അതിനെ ഞാനിപ്പോൾ പിടിച്ച് മാറ്റി അടുത്ത ആംഗിലോട്ടാക്കി. ഇനി എനിക്ക് വേണമെങ്കിൽ ഇത് പിടിച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതിലാവും ആ ഒരു ട്രിം പ്ലെയിൻ നമുക്ക് മൂവ് ചെയ്യിക്കാം. ഓക്കെ, അതിനൊക്കെ നമുക്ക് എക്സും വൈയും ഇസഡും ആക്സിസിൽ നമുക്കിതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു
ഇങ്ങനൊരു രീതിയിലാണ് നമുക്ക് കിട്ടിയത്. എനിക്കിപ്പോൾ ഇതിലാണ് ട്വിസ്റ്റിങ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, നമുക്കൊരു 60 കൊടുത്തു കഴിഞ്ഞാൽ 60 കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിരിക്കും. നമ്മൾ പ്ലെയിൻ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പ്ലെയിൻ, അതായത് ഞാനിപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഓക്കെ ഞാനിപ്പോൾ ഫ്ലക്സ് എടുത്തിട്ട് ഈ ഒരു ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടോ, നമ്മുടെ ഈ ഒരു ആക്സിസ് ആണ്. അപ്പോൾ ഇതാണ് റൊട്ടേറ്റ് ആവുന്നത്. ഓക്കെ, ഇത് റൊട്ടേറ്റ് ആകുമ്പോഴത്തേക്ക് ഇതെന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ്. അപ്പോൾ വൈ ആക്സിസിലാണ് നമ്മൾ നോർമൽ കേസിൽ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വൈ ആക്സിസ് മാറിയിട്ട് വേറൊരു ആക്സിസിലോട്ട് മാറുന്നുണ്ടെങ്കിൽ, ഓക്കെ, വേറൊരു ആക്സിസ്, ഇതിപ്പോൾ വൈ ആക്സിസ് ആണ് റൊട്ടേറ്റ് ആവുന്നത്. ആ ഗ്രീൻ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ്. ഇതിൻ്റെ അടുത്ത് ഞാൻ റെഡിലോട്ട് പിടിക്കാൻ പോകുന്നു. ഓക്കെ, റെഡാണ് റൊട്ടേറ്റ് ചെയ്തത്. റെഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ, നമ്മളിപ്പോൾ ഇത് ഇസഡാണ് റൊട്ടേറ്റ് ചെയ്യിച്ചത്. ഇസഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ട്രിം പ്ലേറ്റ്സ് ഇസഡ് ആയി കഴിഞ്ഞു. ഓക്കെ, കണ്ടോ, വൈ അടുത്ത വൈ ആക്സിസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഒരു പ്ലെയിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് ഒരു ആംഗിളിലോട്ട് കൊണ്ടുവരാണ്. ഓക്കെ, ഞാനിപ്പോൾ രണ്ട് കോർണറിലോട്ട് കൊണ്ടുവന്നു. ഇനി എനിക്ക് ട്വിസ്റ്റ് നടത്തണം. ഇപ്പോൾ ഞാൻ ട്വിസ്റ്റ് കൊടുത്തു. ഇനി ഉണ്ടാകുന്ന ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 180, 150 കൊടുത്ത് ട്വിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ആ പോയിൻ്റ്, അതായത് അതിൻ്റെ എഡ്ജ് പോയിന്റിൽ വെച്ചുള്ള ട്വിസ്റ്റിംഗാണ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെയുള്ള ട്വിസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്ട്രെയിറ്റ് വയ്ക്കാം. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോർണർ വെച്ചുള്ള ട്വിസ്റ്റ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ട്വിസ്റ്റിങ്ങും ബെൻഡിങ്ങും ടേപ്പറിങ്ങും സ്ട്രെച്ചിങ്ങും ഒക്കെ നടത്താൻ പറ്റും. അതാണ് ഈ ടൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.